റൂസോ ബ്രദേഴ്സ് ഇത് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അവരിപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ് എവൻസിനെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോട്ട് കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ക്യാപ്റ്റൻ അമേരിക്കയായിട്ടാണോ കാസ്റ്റ് ചെയ്തതെന്നുള്ളത്. അപ്പം അല്ല, ആൻ്റണി മക്ക് തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലെ ക്യാപ്റ്റൻ അമേരിക്ക. പക്ഷേ സ്റ്റീവ് റോജേഴ്സായിട്ടായിരിക്കും ക്രിസ് എവൻസ് തിരിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റൻ ഹൈഡ്ര, ആ ഒരു സ്റ്റീവ് റോജേഴ്സിൻ്റെ ഈവിൾ സൈഡായിട്ടുള്ള ക്യാപ്റ്റൻ ഹൈഡ്രയായിട്ടായിരിക്കും, ആ ഒരു റെഡ് സ്യൂട്ടിലായിരിക്കും വരുന്നതെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ ഭയങ്കര രസമായിരിക്കും. കാരണം MCUവിൻ്റെ ഫേസസ് ആയിട്ടുള്ള രണ്ട് ഐക്കോണിക് ക്യാരക്ടേഴ്സിൻ്റെ ഈവിൾ സൈഡായിരിക്കും നമ്മൾ ഇനി തൊട്ട് കാണാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് പീറ്ററും ടോണിയും അത്രയും ക്ലോസ് ആയിരുന്നു. അവർ രണ്ടും രണ്ട് സൈഡിൽ നിന്നിട്ടായിരിക്കും, അതായത് ഒരു വില്ലൻ ഒരു ഹീറോ സൈഡിൽ നിന്നിട്ടായിരിക്കും ഫൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റീവും ശ്യാമും ബക്കിയും ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഇവരുടെയും രണ്ട് സൈഡിൽ നിന്നുള്ള ഫൈറ്റായി വരുമ്പം അത് ഭയങ്കര നമുക്ക്, അതായത് ഒറിജിനൽ മാർവൽ ഫാൻസിന് അത് കാണുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ട മാർവൽ പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് വരുന്നത്. അതായത് ന്യൂ അവഞ്ചേഴ്സും നമ്മളുടെ ഓൾഡ് അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സ് വില്ലനായിട്ട് വരുന്ന സമയത്ത് ടു ഇമോഷണൽ ആയിരിക്കും. എന്തായാലും ഒന്നും കാണാതെ റൂസോ ബ്രദേഴ്സ് ഈ ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ ഒന്നും വില്ലൻ സൈഡിലേക്ക് കൊണ്ടുപോകത്തില്ല. സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ്. എന്തായാലും അടുത്ത അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇതൊരു വലിയ അനൗൺസ്മെൻ്റ് ആയിരുന്നു ക്രിസ് എവൻസ് വരുന്നു എന്നുള്ളത്.